ഇറാനെ ഭൂലോകത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്കെതിരെ ഇറാന്റെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത ഇല്ലാതായിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഈ പ്രതികരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ തന്നെ വധിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വീകരിക്കേണ്ട ശക്തമായ നടപടികളെക്കുറിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് വെളിപ്പെടുത്തിയത്. ന്യൂസ് നേഷന്റെ കാറ്റി പാവ്ലിച്ച് ടുനൈറ്റ് എന്ന പരിപാടിയിലായിരുന്നു ട്രംപിന്റെ ഈ തുറന്നു പറച്ചിൽ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ ലക്ഷ്യമാക്കി എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ആ കൈ തങ്ങൾ അരിയുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഖാംനെയ്ക്കെതിരെ ആരെങ്കിലും കൈനീട്ടിയാൽ ആ കൈ വെട്ടുക മാത്രമല്ല, അവരുടെ ലോകം തന്നെ നശിപ്പിച്ചു കളയുമെന്നായിരുന്നു ചൊവ്വാഴ്ച ഇറാൻ സായുധ സേനാ വക്താവിന്റെ മുന്നറിയിപ്പ്. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം കൂടി എത്തുന്നത്. ഇതോടെ ഇറാനും യുഎസും തമ്മിലുള്ള പോര് വീണ്ടും ശക്തമാവുകയാണ്. ഡിസംബർ 28-ന് ആരംഭിച്ച പ്രക്ഷോഭത്തിന് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പലതവണ ഭീഷണികൾ മുഴക്കിയതാണ്. പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അമേരിക്ക ഇടപെടുമെന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ ആയിരങ്ങൾ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടും ചെറുവിരലനക്കാൻ പോലും ട്രംപ് തയ്യാറായിരുന്നില്ല. പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറിയതിനാൽ തൽക്കാലം ആക്രമണം വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ട്രംപ് മാറുകയും ചെയ്തിരുന്നു. ഈ തീരുമാനത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്രായേൽ അത്ര തൃപ്തരായിരുന്നില്ല. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കുക എന്നത് അവരുടെ കൂടി ആവശ്യമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് നിലവിൽ വീണ്ടും ഭീഷണികൾ ഉയരുന്നത്. ഖാംനെയ്ക്കെതിരായ ഏതൊരു ആക്രമണവും യുദ്ധപ്രഖ്യാപനമായിരിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ 2 ദിവസം മുൻപാണ് മുന്നറിയിപ്പ് നൽകിയത്. ഖാംനെയ്യെ വധിക്കാനോ സ്ഥാനത്ത് നിന്ന് നീക്കാനോ ട്രംപ് ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു ആ പ്രതികരണം. ഇറാൻ ജനത ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും പരിമിതികളും നേരിടുന്നുണ്ടെങ്കിൽ അതിന് വഴിയൊരുക്കിയത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. അതിനിടെ പ്രക്ഷോഭത്തിൽ അണിചേർന്നവരെ കണ്ടെത്താനും ശിക്ഷിക്കാനും ഇറാൻ സർക്കാർ ശ്രമം തുടരുന്നുമുണ്ട്. അങ്ങനെയിരിക്കെ ഉയർന്ന ട്രംപിന്റെ ഭീഷണിയെ ഏറെ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനെതിരെ വീണ്ടും ഒരു ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമാണോ ഇതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അടുത്തിടെ സമാനമായ പ്രതികരണം നടത്തിയിരുന്നു. എന്തോ വലുതിനു വേണ്ടിയുള്ള കോപ്പുകൂട്ടലാണോ ട്രംപിന്റെ പ്രതികരണം എന്നാണ് നെറ്റിസൺസ് ചോദിക്കുന്നത്. അതേസമയം ട്രംപ് ഇറാനെതിരായ ആക്രമണം പിൻവലിച്ചതിന് പിന്നിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദമാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാനെതിരെ ആക്രമണം ഉണ്ടായാൽ അത് പശ്ചിമേഷ്യൻ മേഖലയെ ആകെ ബാധിക്കുമെന്ന തിരിച്ചറിവായിരുന്നു അതിന് പിന്നിലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കൂടാതെ ഇറാനിലെ നിലവിലെ ഭരണകൂടം തകർന്നാൽ അത് ഇസ്രായേലിന് മേഖലയിൽ അധീശത്വം സ്ഥാപിക്കാനുള്ള അവസരമൊരുക്കുമെന്ന വിലയിരുത്തലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമമേഖല ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് സൗദി അമേരിക്കയെ അറിയിച്ചത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ.